ഡീമൺ സ്ലെയർ ഞാൻ ഒന്നിൽ കൂടുതൽ വട്ടം കണ്ടിട്ടുള്ള സീരീസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഡീമൺ സ്ലെയർ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു സീരീസാണ്. അതുകൊണ്ട് തന്നെ അതിനോടൊരു പ്രത്യേകതരം ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഫസ്റ്റ് 7:30 ഷോക്ക് എന്നെ തിയേറ്ററിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ ഡീമൺ സ്ലെയറെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത് എന്നുള്ളത് പറയാം. ഡീമൺ സ്ലെയർ ഒരു ആക്ഷൻ ആനിമേഷൻ ആ ഒരു പാറ്റേൺ ഓഫ് സാധനമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയതും. ആ ഒരു സംഭവം എനിക്ക് സത്യം പറയാണല്ലോ കിട്ടില്ല ആനിമേഷൻ. കിട്ടില്ല എന്ന് പറഞ്ഞാൽ മുത്തു പോലെയുള്ള ആനിമേഷൻ നിങ്ങൾക്ക് ഡീമൺ സ്ലെയറിൽ കാണാൻ പറ്റും. നേരെ മറിച്ച് ആക്ഷൻ എന്ന് പറയുവാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് കിടില മൊമെന്റ്സ് തന്നെ പറയണം. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു പാറ്റേണിലുണ്ട്. സ്റ്റോറി വൈസ് പറയുവാണെങ്കിൽ അറിയാമല്ലോ, സീരീസ് അത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഇത് വരുന്നത്. ഞാനൊരു കൊല്ലം മുമ്പാണ് രണ്ടാമത്തെ വട്ടം ഇത് കണ്ട് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ക്യാരക്ടേഴ്സും എൻ്റെ മൈൻഡിൽ നിന്ന് പോയിരുന്നു. നിങ്ങൾ ഡീമൺ സ്ലെയർ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഇതിൻ്റെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ കിട്ടും. 10 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ഫുൾ സീസൺ പറയുന്ന കഥ പറയുന്ന ക്യാരക്ടേഴ്സിനൊക്കെ പരിചയപ്പെടുത്തുന്ന അതെങ്കിലും ഒന്ന് കണ്ടിട്ട് തിയേറ്ററിൽ പോകുന്നതായിരിക്കും നന്നാവുക. ചില ക്യാരക്ടേഴ്സിനൊക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയിരുന്നു. അപ്പോൾ അവരെ റീതിങ്ക് ചെയ്ത്, സാധാരണ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് തലേന്നൊന്ന് അല്ലെങ്കിൽ ആ സീരീസ് ഒന്നും കൂടി റീവാച്ച് ചെയ്ത്, ഹൈക്കൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇതിൽ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കഥയിലേക്ക് ഇന്നാവാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം വേണ്ടി വന്നു. എന്താണ് സംഭവം, എന്താണ് അറ്റ്മോസ്ഫിയർ, എന്താണ് സെറ്റപ്പ്. അതായത് 4th സീസണിൽ നമുക്കറിയാമല്ലോ, അവരൊരു സ്ഥലത്ത് അകപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പക്ഷെ അതിൽ ഇന്നായി, പക്ഷെ അതിലാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് മൊത്തത്തിൽ എസ്റ്റാബ്ലിഷ് ആവാനുള്ള ഒരു പ്രയാസം അനുഭവപ്പെട്ടു. പിന്നെ ക്യാരക്ടറാണെങ്കിലും തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മൊമെന്റ്സ് ഈ സാധനത്തിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് BGM ആണെങ്കിലും ഒക്കെ വളരെ നൈസായിട്ട് നമുക്കത് ചില ഏരിയാസൊക്കെ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. അതായത് നമുക്ക് സാധാരണ രോമാഞ്ചം വരുമല്ലോ. രോമാഞ്ചം വരുന്ന സമയത്ത് ഈ ഒരു രോമാഞ്ചം ഇങ്ങനെ സിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊന്തിയാലേ നിൽക്കുക അല്ലേ. പക്ഷെ എൻ്റെത് ഇങ്ങനെ ഈ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും കേൾക്കുന്ന സമയത്ത്. അത് ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു പീക്ക് എന്നൊക്കെ പറയുമല്ലോ, അതായത് നമുക്ക് കറക്റ്റായിട്ട്, അതായത് രോമം എഴുന്നേക്കാൻ ഒരു 4 to 5 സെക്കൻഡ്സ് ടൈം വേണ്ടി വരിക എന്നൊക്കെ പറയില്ല. അങ്ങനത്തെ ഒക്കെ ഒരു മൊമെന്റ്സ് ഈ ഒരു സാധനത്തിൽ കിട്ടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഒരു മോശം സൈഡ് പറയുവാണെങ്കിൽ, ഒന്നാമത്തത് ഇതിൻ്റെ എഡിറ്റിംഗ് വളരെ മോശം എഡിറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സാധനം കാണുന്ന സമയത്ത് ഒരു സിനിമാറ്റിക് ഫീലില്ല ഈ സാധനത്തിന്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് സങ്കടമൊക്കെ വരും നമുക്ക് ചില സീൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അത് ആ ഒരു സംഭവത്തിൻ്റെ ഫീല് കൊണ്ടാണ്. വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു റിവെഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും. ഒരു സങ്കടത്തോടൊക്കെയുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെ ആയിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എഡിറ്റിംഗ്. അതെന്തോ രീതിയിലാണ് പ്ലേസ്മെന്റ് ഒട്ടും ശരിയല്ലാത്ത രീതിയിൽ തോന്നി. ആദ്യം ഇടേണ്ട ഭാഗം അവസാനം ഇട്ടു, അവസാനം ഇടേണ്ട ഭാഗം ആദ്യം ഇട്ടു. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു സാധനം പോകുന്നത് കംപ്ലീറ്റ്ലി ഒരു സിഗ്സാക്ക് പോലെയാണ്. സിഗ്സാക്ക് എന്ന് പറഞ്ഞാൽ ചില സീൻസൊക്കെ ഈ ഹൈ ലെവലിലുള്ള ഒരു ഗ്രാഫിലേക്ക് നിൽക്കുന്നുണ്ടാവുക. ചിലത് നോക്കുന്ന സമയത്ത് പക്ക ഡൗൺ ആയിട്ട് എല്ലാവരും ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഹൈ വരിക. അപ്പം ഈ ഒരു മൊമെൻറ്റ് അതൊന്നുകൂടി ശ്രദ്ധിച്ചെടുത്തിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നല്ലൊരു ലെവലിലേക്ക് ഈ സാധനം പോകുന്നു തോന്നി. രണ്ടാമത്തെ പ്രശ്നം, ഇവരൊരു എക്സ്പെരിമെൻ്റ് ഇതിൽ കൊണ്ടുവന്നതാണോ എന്ന് എനിക്കറിയില്ല. പല ഭാഗത്തും വോയിസ് മാത്രമാണ് കേൾക്കുന്നത്, സൗണ്ട് എഫക്ട്സ് കേൾക്കുന്നില്ല, BGM കേൾക്കുന്നില്ല. BGM വേണ്ട പല ഭാഗത്തും ഇവർ BGM ചെയ്തിട്ടില്ല. അത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല. എൻ്റെ ഒപ്പം വന്ന ആളോട് ചോദിച്ചപ്പോഴും വളരെ മിനിമലായിട്ട് കളിച്ചതാണ്. എനിക്ക് അതൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ടേക്ക് വർക്കായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വിചാരിച്ച പോലെ ഉള്ളൊരു എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു BGM അത്യാവശ്യം ഫില്ല് ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സിഗ്സാക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു മൊമെൻറ്റോ, ഈ ഒരു മൊമെൻറ്റിന് ഒരു പരിധി വരെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ ഈ BGMൻ്റെ കുറവ് അല്ലാത്ത പ്രശ്നം. പിന്നെ അറിയാമല്ലോ, ഇതൊക്കെ ഇവർ സീരീസിൽ നിന്നാണ് പൊതുവേ ചുരണ്ടാറ്. ഇവർ സിനിമയായിട്ട് ഇതിന് 3 എണ്ണമായിട്ട് ഇറക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കേസ് ഇതിൻ്റെ സീരീസ് ഉറപ്പാണ്
ഉറപ്പായിട്ടും വരും. എപ്പിസോഡ്സ് ഉറപ്പായിട്ടും വരും. എന്താണെന്ന് വെച്ചാൽ ചില ഷോർട്സ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പാർട്ട് 1, 2, 3 അത് വെട്ടിയൊട്ടിച്ച പോലെയുള്ള ഒരു ഫീല് വരുന്നുണ്ട് അത് കാണുന്ന സമയത്ത്. അങ്ങനത്തെ അപ്പോൾ ഇതിപ്പോൾ കളക്ഷനിലും കാര്യത്തിലൊക്കെ ഇത് ഒരുപാട് മുകളിലെത്തിയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ പോലും നമുക്ക് പേഴ്സണലി എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സാധനം തരുന്നില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ആദ്യമായിട്ടൊക്കെ ആനിമീസ് ഒക്കെ കാണാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങളോട് കാണണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വർക്കാവാനുള്ള സാധ്യത കുറവാണ്. നേരെ മറിച്ച് നിങ്ങളൊരു ആനിമെ ഫാനാണ്, തിയേറ്ററിൽ നിന്നൊരു ആനിമയൊക്കെ കാണണം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് താഴെ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഉള്ളത് പറയാമല്ലോ, എനിക്കൊരു ഓക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരുപാട് നല്ല മൊമെൻറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ എൻ്റെ പൈസ പോയി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഇതേപോലെ നല്ല കണ്ടൻസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു സൂൺ, ബൈ.